അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങാൻ പോയാലോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീടിൻ്റെ പയ്യിൽ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. എന്നിട്ട് ഞങ്ങൾ ബസ് കയറാൻ നിന്നു. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നുള്ളൂ. അപ്പത്തിന് ബസ് വന്നു. എന്നിട്ട് ഞാനും എൻ്റെ കസിനും അനിയത്തിയും പാടെയാണ് പോണത്. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഗൈസ്. ആൾക്കാർ നോക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളതൊന്നും സീനാക്കുന്നില്ല. എന്നിട്ട് അങ്ങനെ ചളി അടിച്ച് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ചളി അടിച്ച് ചിരിക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് സാധനങ്ങൾ വാങ്ങാൻ നിന്നു. ഞങ്ങൾ സീരിയസ് ആയി സാധനങ്ങൾ വാങ്ങാൻ നിന്നു. എന്നിട്ട് ലാസ്റ്റ് ബ്രെഡിലോട്ടാണ് കേട്ടോ ഗൈസ് വന്നത്. കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ബ്രെഡിലോട്ട് വന്നു. എന്നിട്ട് 3-4 തരം ബ്രെഡ് ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് പ്രൈസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഗൈസ് ചൂസ് ചെയ്തത്. എന്നിട്ട് ബില്ലാക്കിയതിന് ശേഷം ഞാൻ ബില്ല് വാങ്ങാൻ മറന്നു. എന്നിട്ട് എൻ്റെ കസിന് ബാക്കിലുള്ളതുകൊണ്ട് കസിനാണ് വാങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ പച്ചക്കറി കടയിൽ പോയി. അപ്പം ഞാൻ എന്തോ ബോധത്തിൽ കുലുക്കി നോക്കിയതാണ് ഗൈസ്. ഞാൻ തേങ്ങയാണെന്ന് എന്തോ ബോധത്തിൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് ഞാൻ കുലുക്കി നോക്കിയിട്ട് സാധനങ്ങളൊക്കെ മാങ്ങയൊക്കെ നോക്കി ബില്ലാക്കി. അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, ആവശ്യമില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഗൈസ്. ആൾക്കാരൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധമേ ഇല്ല. പിന്നെ ഒരു സത്യം പറയാം, നമ്മൾ നോക്കി നിന്നാൽ ബസ് കിട്ടില്ല. എത്ര നേരം നിൽക്കണമെന്നറിയാം അല്ലേ ഗൈസ്? നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? നമ്മളിങ്ങനെ ബസ്സകത്ത് നിൽക്കുമ്പോൾ കാണാം ബസ് വരാണ്ടിരിക്കും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറേ കുറ്റമൊക്കെ പറഞ്ഞ് ബസ് വന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോയി.